ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള പഴയ മടക്കുകെട്ടിൽ വെച്ചിട്ട് നമുക്ക് ക്യാമ്പിങ്ങിനോ അതല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാനായിട്ടോ അതുമല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ടോ ഉള്ള നല്ല പ്ലൈവുഡ് അടിച്ചൊരു കട്ടിൽ ഇതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ ഡാമേജ് ആയതാണ്. ഇതിൻ്റെ വള്ളികളും എല്ലാം പൊട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രശ്നമാണ്, ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നടുഭാഗത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകും. ഈ വള്ളി വലിയുന്നതിനനുസരിച്ച് നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരാൾ നടുക്കോട്ട് വരും. ഇനി അതേസമയം രണ്ടുപേരെങ്ങാനും അല്ലെങ്കിൽ ഒരാൾ ഒരു കുട്ടിയോ എല്ലാം കിടക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ കിടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധാരണ നോർമൽ കട്ടിലായിട്ടുള്ള പ്ലൈവുഡ് അടിച്ചൊരു കട്ടിലാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ ആർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ രണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. വെൽഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് വെൽഡ് ചെയ്യുന്ന തരത്തിലും, ഒരു സൈഡ് വെൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും, ഒരു സൈഡ് വെൽഡ് ചെയ്യാത്ത ഒരു ഡ്രില്ലും ഗ്രൈൻഡറൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ വള്ളി പിടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ സ്ട്രാപ്പ് പിടിപ്പിച്ചിരിക്കുന്ന ഈ സ്ക്രൂസ് മൊത്തം വള്ളി മൊത്തം അഴിച്ചെടുക്കണം. അതിന് ഇതിൻ്റെ അടിയിലുള്ള സ്ക്രൂസ് ഉണ്ട്. ഇത് അഴിച്ചെടുക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കോർഡ്ലെസ് ഡ്രില്ലിംഗ് മെഷീനാണ്. അതിൽ സ്ക്രൂ ഡ്രൈവർ ഫംഗ്ഷനും ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും. ഓരോ വള്ളിയിലും 2 സ്ക്രൂ വെച്ചുണ്ട്. നമുക്കതെല്ലാം അഴിച്ചെടുക്കാം. ചിലപ്പോൾ എല്ലാം അഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വള്ളി ഇനിയിപ്പം നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുറച്ചൊക്കെ അതിൽ നല്ലത് കിട്ടുമെന്ന് തോന്നുന്നു. അതുപോലെ ഈ സ്ക്രൂസും നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റിനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാം. നമുക്കത് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇനി ആവശ്യമില്ല, അതുകൊണ്ട് അതെടുത്ത് സൂക്ഷിച്ച് നോക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ സ്ക്രൂവിൻ്റെ പൊത്തുകളെല്ലായിടത്തും ഉണ്ട്. അതവിടെ കിടന്നോട്ടെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് അടയ്ക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്കിതിന് ഇതിൽ നേരിട്ട് നമുക്ക് പ്ലൈവുഡ് അടിക്കാൻ പറ്റില്ല, കാരണം അതിന് നടുക്ക് ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. അതിൽ നമുക്ക് ബലം കുറവായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ബലം വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് മൊത്തത്തിലൊരു 4 ക്രോസ് ബാറുകൾ പോലെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് കുറച്ച് കൂട്ടി അളവെടുക്കുക. കാരണം ഇതിൻ്റെ മുകളിലോട്ട് ഉരുണ്ട സാധനമായതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് കുറച്ചൊരു ഷേപ്പ് വരുത്തിയിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് മുകളിലത്തെ പ്ലൈവുഡിൻ്റെ ലെവലിന് ഇരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നടുക്ക് വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളിവിടെ 3/4 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് എടുത്തിരിക്കുന്നത്. 1.25 മറ്റോ ആണെന്ന് തോന്നുന്നു പൈപ്പിൻ്റെ അളവ്. 1.25 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്കത് മുകളിൽ കയറ്റി വെച്ച് വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ഈ ഒരു ചെറിയൊരു ആർച്ച് ഷേപ്പിൽ അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് വെച്ച് വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നില്ല, കാരണം ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്ത ഭാഗം ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. കാരണം മുകളിലേക്ക് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ പ്ലൈവുഡ് അടിക്കുന്ന സമയത്ത് അതിൽ കറക്റ്റായിട്ട് ചെയ്യില്ല. ഇതിപ്പോൾ വെൽഡിങ് അല്ലാത്ത രീതിയിൽ നമുക്കതങ്ങനെ റിവിറ്റ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടോ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് 2 എൻഡിലും ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ കണക്കാക്കിയിട്ട് നമുക്ക് 4 എഡ്ജും കട്ട് ചെയ്ത് എടുക്കുക. ഇതുപോലെ ഇത് നമുക്ക് തുടക്കക്കാർക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടോ എല്ലാം വരച്ചിട്ട് കൃത്യമായിട്ട് വരച്ചിട്ട് ചെയ്യുക. അതല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വരച്ചിട്ട് കറക്റ്റായിട്ട് വരയോട് ചേർത്ത് പിടിച്ചിട്ട് പ്ലെയറോ അല്ലെങ്കിൽ ലോക്കിംഗ് പ്ലെയറോ വെച്ചിട്ട് വളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ആയി കിട്ടും. 4 സൈഡിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ 4 സ്ക്രൂ അല്ലെങ്കിൽ 4 റിവിറ്റ് അടിക്കാനുള്ള പോർഷൻസ് നമുക്ക് അതിലേക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെയാണ് നമുക്കിത് പിടിപ്പിക്കേണ്ടത്. അതിനങ്ങനെ പിടിപ്പിക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ മുകളിൽ ആദ്യം പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പിടിപ്പിക്കാനായിട്ട് നമുക്കതിൽ 4 തുളകൾ ഇടേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ നോക്കിയപ്പം എൻ്റെ സെൻറ്റർ പഞ്ച് കണ്ടില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഒരു കോൺക്രീറ്റ് ആണിയാണ്. അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ സെൻറ്റർ പഞ്ച് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ഡ്രിൽ ചെയ്യുന്നതിന് ഉള്ള ആ ഒരു പാടുണ്ടാക്കാനുള്ള അത് പറ്റും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നത് പോലെ ഈ 2 ഭാഗം കറക്റ്റ് ആവുന്നത് പോലെ വെച്ചിട്ട് ഞാൻ പുറത്തോട്ടുള്ള ഭാഗം പൈപ്പിലേക്ക് അടിച്ച് വളച്ച് വെക്കുക. അതിനുശേഷം നോർമലി ഉണ്ടാക്കിയ ഹോളിൽ കൂടെ ഡ്രിൽ ചെയ്തിട്ട് അതിലേക്ക് റിവിറ്റ് അടിക്കുക, അല്ലെങ്കിൽ സ്ക്രൂവിനേക്കാളും നല്ലത് നട്ട് ബോൾട്ടായിരിക്കും. റിവിറ്റാണ് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തിലും ഉപയോഗിക്കുന്നത്. കാരണം അതാണെങ്കിൽ എളുപ്പമുണ്ട് പണി, നല്ല ബലത്തിൽ ഉറച്ചിരിക്കുകയും ചെയ്യും. ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗം പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സി ക്ലാമ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലവണ്ണം ചേർന്നിരിക്കും. എന്നിട്ട് അവിടെയുള്ള ആ 2 സൈഡിലെ ഹോളിലും ഇത് ഇച്ചിരി മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല. അതങ്ങനെ മുകളിലേക്ക് വെച്ച് അടിച്ച് ഷേപ്പാക്കിയിട്ട് ആ ഹോളിലും ഡ്രിൽ ചെയ്തിട്ട് റിവിറ്റ് അടിച്ച് റെഡിയാക്കിയാൽ മതിയാവും. 2 സൈഡും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബലം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു ബാറിൽ കയറി നടന്നിട്ട് തന്നെ ഒരു പ്രശ്നവുമില്ല, ഒരനക്കം പോലും ഇല്ല. വെൽഡ് ചെയ്തതും അല്ലാത്തതെല്ലാം ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ബലമുള്ളൊരു ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം 4 സൈഡിലേക്ക് നമ്മളിത് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുകൂടാതെ ഒരു മോഡിഫിക്കേഷൻ കൂടെ ചെറിയൊരു 2 പീസും കൂടെ നടുക്ക് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. നടുക്കത്ത് എത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് നമുക്കത് പ്ലൈവുഡ് തന്നാലോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്തൊരു അഡീഷണൽ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതാണ്. അത് ചെയ്യണം നിർബന്ധമില്ല. ഇനി നമുക്കിതിൽ പ്ലൈവുഡ് അടിക്കാനായിട്ട്
2 പീസാക്കി കട്ട് ചെയ്യണം. കാരണം നമുക്കിത് മടക്കണം എന്നുണ്ടെങ്കിൽ പിന്നീടാണെങ്കിലും ഒന്ന് മടക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ആ നടുഭാഗത്ത് കട്ട് ചെയ്താൽ തന്നെ പറ്റത്തുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അളവെടുത്തിട്ടൊക്കെ മുറിച്ചിട്ട് ഇതിൽ കൊണ്ടുവെക്കാം. ഞാൻ ചെയ്യുന്നത് എളുപ്പത്തിലുള്ളൊരു പണിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു സൈഡ് കറക്റ്റായിട്ട് 2 സൈഡിലേക്കും കുറച്ച് എക്സസ് ഉണ്ട്. ഇത് 3 അടിയുടെ പ്ലൈവുഡാണ്, പക്ഷേ കട്ടിലത്രയില്ല. അപ്പം സൈഡിലോട്ടുള്ള ഇത് 2 സൈഡിലോട്ടും കൂടെ ഈക്വലായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ ഒടിയാതെയൊക്കെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് 2 സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ട് ആ സൈഡിൽ 2 റിവിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് നിന്നോളും. പിന്നെ നമ്മളതിനെ അലൈൻ ചെയ്യേണ്ട മറ്റുള്ള നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വല്ലതും മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ വല്ലതും മതിയാവും. 1/2 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഞാനിവിടെ ട്രൈ സ്ക്വയർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ടത് കറക്റ്റായിട്ട് വരച്ചിട്ട് അതുവഴി നമുക്കത് മുറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വരച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്പുറത്തെ എൻഡിലും ഒന്ന് ട്രൈ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ ഈ മട്ടം എന്ന് പറയുന്ന ഈ സാധനം വെച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കറക്റ്റാണോ, എന്തെങ്കിലും ആംഗിളിൽ അല്ലെങ്കിൽ കോണിൽ എന്തെങ്കിലും വലിയ വ്യത്യാസമുണ്ടോ, നേരെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അതിനുശേഷം ഞാനിവിടെ ആംഗിൾ ഗ്രൈൻഡറിൽ തടി മുറിക്കുന്ന ബ്ലേഡ് ഇട്ടിട്ടാണ് മുറിക്കുന്നത്. ഞാൻ ഒരു കാരണവശാലും പുതിയ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ തുടക്കക്കാർ ഇങ്ങനെ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ തടിയുടെ മുറിക്കുന്ന ബ്ലേഡ് കിക്ക് ബാക്ക് എന്ന് പറയുന്നൊരു സംഭവം, അതായത് പെട്ടെന്ന് നമുക്ക് തെറിച്ച് നമ്മുടെ കയ്യിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യത വളരെ ഉള്ളതാണ്. അതുകൊണ്ട് ഒന്നുകിൽ നല്ല പ്രോപ്പർ കട്ടിങ് മെഷീൻ ആയിട്ട് ഉപയോഗിക്കുക, അങ്ങനെ കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പം ഇതിൽ ഞാൻ ഗ്ലൗസൊന്നും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതെല്ലാം ചെയ്തിട്ട് വേണം, പ്രത്യേകിച്ച് തടി മുറിക്കുമ്പോൾ വളരെ അപകടം പിടിച്ചൊരു സംഭവം. കാരണം ഒത്തിരി അപകടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒന്നുകിൽ കൈ കൊണ്ട് മുറിക്കുന്ന വാൾ ഉപയോഗിച്ച് മുറിച്ചാലും മതി. അതായിരിക്കും കുറച്ചുകൂടെ സേഫ് പുതിയ ആൾക്കാർക്ക്. പ്രാക്ടീസ് ഉള്ളവർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും വെച്ച് പൊക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ ഇരുമ്പിൽ തട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പവർ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഗ്ലാസ് എന്തായാലും വെച്ചിരിക്കണം. എന്ത് പവർ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും. നമുക്കതെല്ലാം കട്ട് ചെയ്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ റിവിറ്റ് അടിക്കാം. ഈ ഒരു ചെറിയ ഗ്യാപ്പ് മതിയാകും. കാരണം ഇത് മടങ്ങി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ടൈറ്റ് ആവാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന വിരി അതിൻ്റെ ഇടയ്ക്ക് കയറി ജാം ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് മുട്ടിച്ച് വെക്കാതെ ഒരു ഗ്യാപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ കൂടെ കൈ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് അടിയിൽ കൂടെ പൈപ്പ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 2 അടുത്തൊന്നും അളവെടുത്തിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതുവഴി തന്നെ ഡ്രിൽ ചെയ്യുക. തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എല്ലാ സൈഡും ഡ്രിൽ ചെയ്ത് റിവിറ്റ് അടിച്ച് വെക്കുക കറക്റ്റായിട്ട്. താഴത്തെ ഭാഗമൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിൽ ചെയ്ത് വരുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കയറി നിന്നിട്ട് ഡ്രിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആൾ പിടിക്കേണ്ടതോ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. സൈഡിലും നടുക്കൂടെ വരുന്ന ക്രോസ് വെച്ചിരിക്കുന്ന ബാറിലും ഒക്കെ ഡ്രിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ റിവിറ്റ് തീർന്നു പോയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും വെച്ചിട്ട്. അതുപോലെ നടുക്കത്തെ ഭാഗത്തും ആ ക്രോസ് ബാറിനും നമ്മൾ ആ ചെറിയ പീസ് വെച്ചിരിക്കുന്നതിലും കൂടെ ചേർത്തൊരെണ്ണം വെക്കണം. അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറച്ചൊന്ന് ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു വീടിൻ്റെ മൂലയ്ക്കോ അല്ലെങ്കിൽ വണ്ടിക്കകത്തോ ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു അത്രയും വലിപ്പമേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ നോർത്തിട്ട് കഴിഞ്ഞാൽ നോർമൽ ഒരു കട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. 3 അടി വലിപ്പം കിട്ടിയിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റുന്ന തരത്തിൽ ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഗ്യാപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതൊക്കെ കറക്റ്റായിട്ട് ഇനിയിപ്പം റിവിറ്റ് മേടിച്ചിട്ട് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു ചെറിയ പ്രശ്നം പറ്റിയതെന്ന് പറയുന്നത്, നമ്മൾ ഈ ക്രോസ് ബാർ വെച്ചേക്കുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മുടെ ആ സൈഡിലേക്കുള്ള കാല് പോകുന്നതിൻ്റെ ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ചേരുന്നില്ല. അപ്പോൾ അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു അബദ്ധമാണത്. മറ്റേ ക്രോസ് ബാർ വെച്ചിരിക്കൽ നിന്ന് അതിൻ്റെ നടുക്കൂടി ഈ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ ഇങ്ങോട്ട് ഒരു ക്രോസ് ബാറാണ് പിടിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. പക്ഷേ എന്നാൽ ഈക്വലായിട്ടത് ഡിവൈഡ് ആവുകയും ചെയ്യും. പ്ലൈവുഡിന് നല്ല ബലവും കിട്ടും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തുമില്ല. അങ്ങനെ ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇത് അടുത്ത് കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിൽ ഇപ്പോൾ ഒരു 4.5 ഇഞ്ച് വരുന്നുണ്ട്. അപ്പുറത്തെ എൻഡിൽ അതൊരു 8 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് നമുക്ക് മടക്കി വെച്ച് കഴിയുമ്പോൾ വരുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞ പോലെ ക്രോസ് വെക്കുന്നതിന് പകരം നീളത്തിൽ ആ പടി വെച്ചാൽ മതി. അപ്പോൾ ഇത് ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾക്കോ കൊണ്ടുപോകാനോ വാടകയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. വളരെ ചീപ്പായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കട്ടിലുകൾ അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രാപ്പിൽ ഇഷ്ടം പോലെ ഞാൻ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്.
ഈ സാധനം വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് കൊണ്ട് തന്നെ പലരും ഇത് ഒഴിവാക്കുന്നുണ്ട് മേടിച്ചിട്ട്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വള്ളി കളഞ്ഞിട്ടൊരു പ്ലൈവുഡ് മേടിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടത് നല്ലൊരു കട്ടിലായിട്ട് തന്നെ ഉപയോഗിക്കാം. ഉള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാലും വളരെ ഉപകാരപ്രദമായിരിക്കും അത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.